ടൈപ്സ് ഓഫ് സപ്പോർട്ട് ആൻഡ് റിയാക്ഷൻ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏത് തരത്തിലുള്ള സപ്പോർട്ടുകളാണോ ഉള്ളത്, പിന്നെ അതിൻ്റെ റിയാക്ഷൻസുമാണ്. അപ്പം ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് ഡൗട്ടാണ്, നമ്മൾ മറന്നുപോകും. ചിലപ്പം റോളർ സപ്പോർട്ടിന് നോർമൽ റിയാക്ഷൻ മാത്രമേ ഉള്ളൂ, അതിൻ്റെ കൂടെ എക്സ് ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ, അത് വൈ ഡയറക്ഷന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഡൗട്ട് ആവും. ഫിക്സിഡിന് എക്സ് ആക്സിസും വൈ ആക്സിസും അത് മൊമെന്റ് ഉണ്ടോ, അതോ ഹിഞ്ചിഡിനാണോ മൊമെന്റ് ഉള്ളത്? അത് ഈ കൺസെപ്റ്റ് നമുക്ക് പഠിച്ച് കഴിയുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും മറന്നു പോകത്തില്ല. നമുക്കറിയാം, ഒരു ഫോഴ്സ്, ഒരു ബോഡിയിലോട്ട് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴേക്കും എന്താ, ആ ബോഡി മൂവ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്താ, ആ സപ്പോർട്ട് ചെയ്യാൻ മൂവ്മെന്റ് റെസ്ട്രിക്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്, അത് കൺസ്ട്രെയിൻ ചെയ്യാനാണ് ശ്രമിക്കുന്നത്, തടഞ്ഞു നിർത്താനാണ് ശ്രമിക്കുന്നത്. ഒന്നുമില്ല, നമ്മുടെ കയ്യിൽ ഒരു പലകയുണ്ട്. ആ പലക നമുക്ക് എക്സ് ആക്സിസിൽ മൂവ് ചെയ്യിപ്പിക്കാം, വൈ ആക്സിസിൽ മൂവ് ചെയ്യിപ്പിക്കാം, റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാം. പക്ഷെ ഈ പലകയെ നമ്മൾ ആണി അടിച്ചു വെച്ചു രണ്ട് സൈഡിൽ. അപ്പോൾ അതിൻ്റെ എക്സ് ആക്സിസ് മൂവ്മെന്റ് പോസിബിൾ ആണോ? അല്ല. വൈ ആക്സിസിലെ മൂവ്മെന്റ് പോസിബിൾ ആണോ? അല്ല. റൊട്ടേഷൻ പോസിബിൾ ആണോ? അല്ല. അപ്പോൾ ഇത് ഈ പലക ഒരു ഫിക്സ്ഡ് സപ്പോർട്ട് പോലെ ആണല്ലോ, അത് രണ്ട് സൈഡ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ മൂന്ന് തരത്തിലുള്ള മൂവ്മെന്റ് നമ്മൾ തടഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സപ്പോർട്ട് കൊടുക്കുന്ന റിയാക്ഷൻ മൂന്ന് തരത്തിലുള്ള റിയാക്ഷൻ ആയിരിക്കും. ഒന്ന് എക്സ് ആക്സിസിലുള്ള മൂവ്മെന്റും, അത് എക്സ് ആക്സിസിലുള്ള ഒരു ഫോഴ്സും, വൈ ആക്സിസിലുള്ള ഒരു ഫോഴ്സും, പിന്നെ മൊമെന്റും ആയിരിക്കും ആ സപ്പോർട്ട് കൊടുക്കുന്നത്, ഫിക്സ്ഡ് സപ്പോർട്ട് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഫിക്സ്ഡ് സപ്പോർട്ടിൽ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും മൊമെന്റും എടുക്കുന്നത്, എക്സ് ആക്സിസിലെ വൈ ആക്സിസിൽ ഫോഴ്സും പിന്നെ ഒരു മൊമെന്റും കൂടി എടുക്കുന്നത്. അപ്പോൾ ഏത് തരത്തിലുള്ള മോഷനൊക്കെയാണ് ഉള്ളത്? ട്രാൻസ്ലേഷനും റൊട്ടേഷനും. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ലീനിയർ മോഷനും, റൊട്ടേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമല്ലോ റൊട്ടേഷൻ എന്താണെന്ന്. ട്രാൻസ്ലേഷൻ എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഒരു ഫോഴ്സ് കൊടുത്തു കഴിയുമ്പോഴാണ് ട്രാൻസ്ലേഷൻ. മൊമെന്റ് കൊടുക്കുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? റൊട്ടേഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ. സപ്പോർട്ട് ബോഡിയെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അനുവദിക്കുന്നില്ലെങ്കിൽ ആ സപ്പോർട്ട് എന്താണ് കൺസ്ട്രെയിൻ ചെയ്യുന്നത്? ട്രാൻസ്ലേഷൻ മോഷനെയാണ് കൺസ്ട്രെയിൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? റിയാക്ഷൻ ഫോഴ്സ് ബിറ്റ്വീൻ ദ ബോഡി ആൻഡ് സപ്പോർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫോഴ്സ് ആണ്. കാരണം ഫോഴ്സ് കാരണമാണ് ട്രാൻസ്ലേഷൻ വരുന്നത്. അപ്പം റിയാക്ഷൻ ഫോഴ്സ് ബിറ്റ്വീൻ ബോഡി ആൻഡ് സപ്പോർട്ട് എന്തായിരിക്കും? ഫോഴ്സ് ആയിരിക്കും. ഇഫ് ദ സപ്പോർട്ട് കൺസ്ട്രെയിൻ ട്രാൻസ്ലേഷൻ, റിയാക്ഷൻ ഫോഴ്സ് വിൽ ബി ഫോഴ്സ്. അതുപോലെ തന്നെ ഇപ്പം സപ്പോർട്ട് എന്താണ് റൊട്ടേഷൻ അനുവദിക്കുന്നില്ലെങ്കിൽ എന്തായിരിക്കും? റിയാക്ഷൻ ഫോഴ്സ് എന്തായിരിക്കും? കപ്പിൾ അല്ലെങ്കിൽ മൊമെന്റ് ആയിരിക്കും. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം എക്സ് ആക്സിസിലാണ് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അനുവദിക്കാത്തതെങ്കിൽ അതിന്റെ റിയാക്ഷൻ ഫോഴ്സ് എന്തായിരിക്കും? എക്സ് ആക്സിസിൽ തന്നെയായിരിക്കും അതിന്റെ ഫോഴ്സും ഉള്ളത്. വൈ ആക്സിസിലാണ് അതിനെ കൺസ്ട്രെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ വൈ ആക്സിസിൽ അതിന്റെ മോഷൻ അനുവദിക്കുന്നില്ലെങ്കിൽ റിയാക്ഷൻ ഫോഴ്സ് എന്തായിരിക്കും? ഏത് ഡയറക്ഷൻ ആയിരിക്കും? വൈ ഡയറക്ഷനിലായിരിക്കും. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഒരു ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസ് ചെയ്യുമ്പോഴേക്കും ഫോഴ്സിന്റെ ഡയറക്ഷൻ നമുക്ക് ചിലപ്പം കൺഫ്യൂഷൻ ആവും റിയാക്ഷനൊക്കെ എടുക്കുമ്പോൾ. അപ്പം നമ്മൾ ആദ്യമേ മുകളിലോട്ടാണ്, അപ്വേർഡ് ആണ് ഡൗൺവേർഡ് ആണ് നമുക്ക് സംശയമാണ്. അപ്പോൾ നമ്മൾ അപ്വേർഡ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. ചിലപ്പം നമുക്ക് അപ്വേർഡ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ട് നമുക്ക് പോസിറ്റീവ് വാല്യൂ കിട്ടിയാൽ നമ്മൾ അസ്യൂം ചെയ്ത ഡയറക്ഷൻ കറക്റ്റാണ്, അപ്വേർഡ് തന്നെയാണ്. അതേസമയം നമ്മൾ അപ്വേർഡ് അസ്യൂം ചെയ്തിട്ട് നമുക്ക് റിയാക്ഷൻ ഫോഴ്സ് അല്ലെങ്കിൽ ഫോഴ്സ് ഒക്കെ കണ്ടുപിടിക്കുമ്പോൾ നെഗറ്റീവ് വാല്യൂ കിട്ടിയാൽ നമ്മൾ അസ്യൂം ചെയ്ത ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ആ റിയാക്ഷൻ ഫോഴ്സ്, അതായത് താഴോട്ടായിരിക്കും. അതുപോലെ തന്നെ ഡൗൺവേർഡ് ഫോഴ്സിലും. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. റോളർ സപ്പോർട്ട്, ഫസ്റ്റ് സപ്പോർട്ട് നമ്മൾ പഠിക്കുന്ന റോളർ സപ്പോർട്ടാണ്. അതിൻ്റെ ഫ്രിക്ഷൻലെസ് സർഫസ്. അത് ഫ്രിക്ഷൻലെസ് സർഫസ് നമ്മൾ വരും, അതായത് മറ്റേ ലാഡറിൻ്റെ കേസ് ആക്കിയാണ്. അപ്പോൾ നമുക്കത് കറക്റ്റ് മനസ്സിലാവും. റോളർ സപ്പോർട്ട് ആ ഫിഗറിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഒരു റോളറുണ്ട്. അപ്പോൾ ഈ റോളറിന് അതെ എക്സ് ആക്സിസ് മൂവ്മെന്റ് പോസിബിൾ ആണോ നോക്കിയേ? ഏത് ഡയറക്ഷനില്ല. ആ റോളറിനെ നമുക്ക് എക്സ് ആക്സിസ് മൂവ് ചെയ്യിക്കാലോ. പിന്നെ ആ പച്ച ഇത് കണ്ടോ, അത് നമുക്ക് റൊട്ടേറ്റും ചെയ്യിക്കാലോ ആ പച്ച. പക്ഷെ വൈ ആക്സിസ് മൂവ്മെന്റ് പോസിബിൾ ആണോ? അല്ല. അപ്പോൾ അത് ഏത് ഡയറക്ഷനാണ് റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്നത്? അതായത് ബോഡി ക്യാൻ മൂവ് ഇൻ എക്സ് ഡയറക്ഷൻ. അപ്പം എക്സ് ആക്സിസിൽ അത് കൺസ്ട്രെയിൻ ചെയ്യുന്നില്ല, സപ്പോർട്ട് കൺസ്ട്രെയിൻ ചെയ്യുന്നില്ല. റൊട്ടേഷനും പോസിബിൾ ആണ്. അതുകൊണ്ട് എന്താ, റൊട്ടേഷനും കൺസ്ട്രെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഒറ്റ കൺസ്ട്രെയിനേ ഉള്ളൂ. അത് ഏതാ തടയുന്നത്? വൈ ആക്സിസുള്ള മൂവ്മെന്റ് മാത്രമാണ് തടയുന്നത്. അപ്പോൾ ഇവിടുത്തെ സപ്പോർട്ട് റിയാക്ഷൻ എങ്ങനെയായിരിക്കും? വൈ ആക്സിസിലായിരിക്കും. മനസ്സിലായില്ലേ? വൈ ആക്സിസിലായിരിക്കും റിയാക്ഷൻ വരുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നമ്മൾ റോളർ സപ്പോർട്ടിന് ഒറ്റ റിയാക്ഷൻ, നോർമൽ റിയാക്ഷൻ മാത്രം എടുക്കുന്നത്. കൺസെപ്റ്റ് മനസ്സിലായല്ലോ? റോളർ സപ്പോർട്ടിന് വേറൊരു കേസ് വന്നാൽ നമ്മൾ ഈ ഇൻക്ലൈൻ ചെയ്ത് കഴിയുമ്പോഴേക്കും പേടിക്കാനൊന്നുമില്ല. അതിന് നോർമലായിട്ട്, ആ സർഫസിന് നോർമലായിട്ട് ആക്കി നമ്മൾ റിയാക്ഷൻ കൊടുത്താൽ മതി. ഇതിനെ ആറെന്ന് പറഞ്ഞായിരിക്കും റിയാക്ഷന്. അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നതാണ് ആർ കോസ് തീറ്റ, ആർ സൈൻ തീറ്റ. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റണം. ഫ്രിക്ഷൻലെസ് സർഫസ്, ഈ റോളർ സപ്പോർട്ടിന്റെ സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഫ്രിക്ഷൻലെസ് സർഫസിൽ ഉപയോഗിക്കുന്നത്. അതായത് ഈ ഫിഗർ നോക്കിയാൽ ലാഡറിന്റെ ഫ്രിക്ഷൻ ഒക്കെ നമ്മൾ ചെയ്യുമ്പോഴേക്കും ലാഡറിന്റെ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോഴുള്ളതാണ്. ഇത് സ്മൂത്ത് സർഫസ് തന്നെയാണ് ഈ നമ്മൾ കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ സ്മൂത്തിന്, റഫിനാകുമ്പോൾ നമുക്ക് ഹിഞ്ച് സപ്പോർട്ടുമായിട്ട് വരും. അതെല്ലാവർക്കും അറിയാമല്ലോ. ലാഡർ ഇത് നോർമൽ, അതായത് ആ വെർട്ടിക്കൽ വാൾ കണ്ടോ, വെർട്ടിക്കൽ വാളിന് നോർമലായിട്ടായിരിക്കും റിയാക്ഷൻ ഉള്ളത്, ഗ്രൗണ്ടിന് നോർമലായിട്ടായിരിക്കും. താഴെ കണ്ടോ, ഗ്രൗണ്ടിന് നോർമലായിരിക്കും, താഴത്തെ റിയാക്ഷനും ഉള്ളത്.
അപ്പം റോളർ സപ്പോർട്ട് മറ്റേ നമ്മൾ പറഞ്ഞ റോളർ സപ്പോർട്ടിന് ഒറ്റ റിയാക്ഷനേ ഉള്ളത്. ഇത് നോർമലായിട്ട് സർഫസിന് നോർമലായിട്ടായിരിക്കും റോളർ സപ്പോർട്ടിൻ്റെ റിയാക്ഷൻ. അതുപോലെ തന്നെയാണ് ഈ ലാഡറിൻ്റെ കേസും. സർഫസിന് വെർട്ടിക്കൽ വാളിന് ഹൊറിസോണ്ടലായിട്ടുള്ള റിയാക്ഷനും ഹൊറിസോണ്ടൽ ഗ്രൗണ്ടിന് വെർട്ടിക്കലായിട്ടുള്ള റിയാക്ഷനും ആയിരിക്കും ഉണ്ടാകുന്നത്. ഈ ഹിഞ്ച്ഡ് സപ്പോർട്ട് അല്ലെങ്കിൽ ഫ്രിക്ഷൻ സർഫസ് അതെല്ലാവർക്കും മനസ്സിലാക്കി എടുക്കാം. അതെ, ഹിഞ്ച് സപ്പോർട്ടിന് നമ്മളൊരു പിൻ ടൈപ്പ് എന്ന് പറഞ്ഞ് ഒരു പിൻ വെച്ച് കണക്ട് ചെയ്തിരിക്കാമെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ എങ്ങനെയാ ബോഡിക്ക് എങ്ങോട്ടാണ് എക്സാക്സിസ് മൂവ്മെന്റ് പോസിബിൾ ആണോ? റോളറിനാണ് നമുക്ക് ആ റോള് ഉരുണ്ട് എക്സാക്സിസ് മൂവ്മെന്റ് പോസിബിൾ ആണ്. ഇവിടെ അങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. വൈ ആക്സിസ് മൂവ്മെന്റ് പോസിബിൾ ആണോ? ഇല്ല. എന്താ നമുക്ക് ആ പച്ച സാധനം റൊട്ടേറ്റ് ചെയ്യാൻ മാത്രമേ പറ്റുന്നുള്ളൂ. അപ്പോൾ എക്സാക്സിന് മൂവ്മെന്റ് പോസിബിൾ അല്ല, വൈ ആക്സിസിന് മൂവ്മെന്റ് പോസിബിൾ അല്ല. അപ്പോൾ എവിടേക്കാ കൺസ്ട്രെയിൻ ചെയ്യിക്കുന്നത്? തടയുന്നത് എക്സാക്സിനും വൈ ആക്സിസിനുമാണ് തടയുന്നത്. മനസ്സിലായല്ലോ? റൊട്ടേഷൻ തടയുന്നില്ല. അപ്പോൾ റിയാക്ഷൻ ഏതൊക്കെ വരും? റിയാക്ഷൻ ഫോഴ്സ് ഈ റോളർ സപ്പോർട്ട് എടുക്കുന്ന റിയാക്ഷൻ എവിടെയൊക്കെ വരും? എക്സാക്സിസിലും വരും, വൈ ആക്സിസിലും വരും. മനസ്സിലായല്ലോ? അപ്പോൾ എക്സാക്സിസ്, വൈ ആക്സിസ്. ചില കേസിൽ നമുക്കപ്പം ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് ആദ്യമേ ഡൗട്ട് വരും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ റിസൾട്ടൻ്റ് ആയിരിക്കും കണ്ടുപിടിക്കുന്നത്. എന്നിട്ട് റിസൾട്ടൻ്റ് കണ്ടുപിടിച്ചിട്ട് RX RV വെച്ച് നമുക്ക് റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അതപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഫ്രിക്ഷൻ സർഫസിനൊന്നും ഇല്ല. മറ്റേ ഹിഞ്ചിന് സപ്പോർട്ട് പറഞ്ഞ 2 റിയാക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. അതായത് ഫ്രിക്ഷൻ വരുമ്പോഴേക്കും എന്തായിരിക്കും? നമുക്ക് എല്ലാവർക്കും അറിയാം P എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്. അത് നോർമൽ റിയാക്ഷനാണ് NB. അപ്പോൾ ലാഡർ താഴോട്ട് പോകുമ്പോൾ ഫ്രിക്ഷൻ മുകളിലോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതാണ് FP എഴുതിയിരിക്കുന്നത്. അപ്പോൾ റഫ് ഗ്രൗണ്ടിലുണ്ടല്ലോ ആ നോർമൽ റിയാക്ഷൻ Q സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട്. അപ്പം ലാഡർ ഹൊറിസോണ്ടൽ ഡയറക്ഷനാണല്ലോ മൂവ് ചെയ്യുന്നത്, അതായത് വലത്തോട്ടാണല്ലോ മൂവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ ഓപ്പോസിറ്റ് FQ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിനെയും കൂടി റിയാക്ഷൻസ് ആണ് റിസൾട്ടൻ്റ് ആണ് വരച്ചു വെച്ചിരിക്കുന്നത്. റിസൾട്ടൻ്റ് അറ്റ് Pയും റിസൾട്ടൻ്റ് അറ്റ് Qവും. ഇനി മൂന്നാമതാണ് ഫിക്സ്ഡ് സപ്പോർട്ട്. അതുകൊണ്ട് ഞാൻ ആദ്യത്തെ കേസ് പറഞ്ഞു, പലകയുടെ കേസ്. അത് വെൽഡഡ് സപ്പോർട്ടൊക്കെ എക്സാമ്പിളാണ്. അപ്പോൾ നമ്മളൊരു ബോഡി ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ അത് എക്സ് ആക്സിസ് മൂവ്മെന്റ് പോസിബിൾ ആണോ? അല്ല. വൈ ആക്സിസ് മൂവ്മെന്റ് പോസിബിൾ ആണോ? അല്ല. റൊട്ടേഷൻ പോസിബിൾ ആണോ? അല്ല. അപ്പോൾ എന്തൊക്കെയാണ് ഉള്ളത്? രണ്ട് ഫോഴ്സസും മൊമെന്റുമാണ് അതിൻ്റെ റിയാക്ഷൻസ്. 3 കൺസ്ട്രെയിനാണ് ഉള്ളത്. ഫിക്സ്ഡ് സപ്പോർട്ട്, RX RY മൊമെന്റ്. ഇപ്പം കാര്യം മനസ്സിലായല്ലോ. പിന്നെ മൊമെന്റ് നമ്മൾ ഫോഴ്സ് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ക്ലോക്ക് വൈസോ ആന്റി ക്ലോക്ക് വൈസോ എടുത്തോ പോസിറ്റീവ് നെഗറ്റീവ് കിട്ടുന്ന കാര്യം അത് എല്ലാവർക്കും അറിയില്ല. നമ്മളത് ഇപ്പോൾ ക്ലോക്ക് വൈസ് മൊമെന്റ് നമ്മൾ അസ്യൂം ചെയ്തിട്ട് നമുക്ക് പോസിറ്റീവ് വാല്യൂ തന്നെയാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്ത ഡയറക്ഷൻ കറക്റ്റാണ്. നമ്മൾ ക്ലോക്ക് വൈസ് മൊമെന്റ് അസ്യൂം ചെയ്തിട്ട് നെഗറ്റീവ് വാല്യൂ കിട്ടുന്നെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്ത ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും, അതായത് ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും ഡയറക്ഷൻ. അതുപോലെ തന്നെ ആയിരിക്കും ആന്റി ക്ലോക്ക് വൈസിൽ. അപ്പോൾ താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.